പണ്ടൊരു പഴമൊഴി ഉണ്ടായി. പഴമൊഴിയല്ല, ഒരു യാഥാർത്ഥ്യമുള്ളൊരു മൊഴി തന്നെയാണ്. ആളുകൾ തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ മറ്റുള്ളവർ പറയും, ഇപ്പോൾ വയസ്സായവരൊക്കെ വീട്ടിൽ പറയും, എടാ ജയിലിൽ പോയ ഗോതമ്പുണ്ട തിന്നാം, അതും ഉപ്പില്ലാത്ത ഗോതമ്പുണ്ടയാണ് ജയിലിൽ കൊടുക്കുന്നത്, അതൊരു ശിക്ഷയാണ്, അവിടുത്തെ ഭക്ഷണവും ഒരു ശിക്ഷയാണ്. എന്നാൽ അത് മാറി, കാലം മാറി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ജയിലിൽ നിന്ന് തൃശ്ശൂരിലെ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഗോവിന്ദസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അന്ന് കൊടുത്തു. എന്നാൽ ആ ഒരു ദിവസം കൊടുക്കാതിരിക്കണ്ടേ? അത്രയെങ്കിലും ഒരു സാമാന്യ മര്യാദ ജയിലധികൃതർ കാണിക്കണ്ടേ? പക്ഷെ കൊടുത്തു. അത് കൊടുത്തതിന് എനിക്ക് ഭക്ഷണം കൊടുത്തതിൽ അഭിപ്രായമില്ല. മട്ടനാണ് കൊടുത്തതെന്ന്. അപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്, എന്താണ് ഈ ജയിലിലെ മെനു? വളരെ രസകരമാണ്. ജയിലിലെ മെനു എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ ഞായർ വരെ എടുത്താൽ, അല്ലെങ്കിൽ ഞായർ മുതൽ ശനി വരെ, അതായത് ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞായർ മുതൽ അടുത്ത ഞായർ വരെ എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ മെനുവാണ്. ഒരു വെജിറ്റബിൾ കറികളുണ്ട്. വെജിറ്റബിൾ കറി ഉണ്ടെങ്കിൽ അതിനകത്ത് തോരനുണ്ട്, പപ്പടമുണ്ട്, അങ്ങനെ 4-5 ഐറ്റം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ മട്ടനുണ്ട്, ആഴ്ചയിൽ 1-2 ദിവസം മട്ടനുണ്ട്. അത് കഴിഞ്ഞാൽ ചിക്കനുണ്ട്, ബറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്. ചുരുക്കത്തിൽ വലിയ സുഖമാണെന്നേ ജയിലിൽ പോയി കിടക്കുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇന്ത്യയുടെ ഒരു നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലുകയുമില്ല. വിദേശ രാജ്യത്തിലാണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങൾ, UAE ആണെങ്കിൽ, ഇറാൻ, ഇറാഖ് പോലുള്ള അങ്ങനെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തൂക്കി വളരെ പെട്ടെന്നാണ് ചിരച്ഛേദനം ചെയ്യുകയും അംഗവൈകല്യം വരുത്തുകയൊക്കെ ചെയ്ത് അങ്ങനത്തെ ശിക്ഷകളാണ്. ഇത് അങ്ങനത്തെ ശിക്ഷകളുമില്ല. അപ്പോൾ സുഖമല്ലേ? എന്തൊരു സുഖമാണ് ജോലി. ഇനി വേറെ ഒരു കാര്യമുണ്ട്. ഈ ജയിൽ ചപ്പാത്തി, ബറോട്ട, ചിക്കൻ, ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും ജയിലിൻ്റെ തന്നെ ക്യാൻറ്റീനുകളുണ്ട്. പബ്ലിക്കിന് വരാനാണ്. അവർ വാഹനങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ജയിലിലെ ആളുകളാണ്. അപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടുന്നു. തിരുവനന്തപുരത്ത് കുന്നത്തുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തുറന്ന ജയിലുണ്ട്. അവിടെയാണെങ്കിൽ അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നു, വ്യവസായ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അങ്ങനെ സുഖമാണിപ്പോൾ ജയിലിൽ. അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ പേര് തന്നെ മാറ്റി കറക്ഷണൽ വകുപ്പ് എന്നാണ്. അതായത് ഒരാൾ തെറ്റ് ചെയ്താൽ, ഏത് സാഹചര്യത്തിൽ തെറ്റ് ചെയ്താലും അദ്ദേഹം അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല എപ്പോഴും ഡോക്ടർമാരുടെ ചികിത്സ കൊടുത്ത്, നല്ല ആരോഗ്യമാണ്. ചെറിയ പനി വന്നാൽ പോലും മരുന്നുണ്ട്, കുളിക്കാൻ എല്ലാവിധ സൗകര്യം. ഒരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ്. ആകെപ്പാടെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, അഴിക്കുള്ളിൽ കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. CCTV ഒക്കെ ഉണ്ട്. ബാക്കി വായിക്കാം, പുസ്തകം വായിക്കാം, ലേഖനം എഴുതാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സുഖവാസ കേന്ദ്രമായി ജയിലുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഇതിനെ ഒന്ന് പിടിക്കേണ്ടതുണ്ട്. ജയിലിൽ വിടുന്നപ്പോൾ ജഡ്ജ് തന്നെ ഈ മെനുവിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ട സമയമായി. പക്ഷെ കഠിനമായ ഗോവിന്ദസ്വാമിയെ പോലുള്ള ആളുകളെ ജയിലിലേക്ക് വിടുമ്പോൾ അത്രയും കഠിനമായ കൊലക്കുറ്റത്തിന് വിധിച്ചത് മാറ്റി അത് ജീവപര്യന്തമോ അല്ലെങ്കിൽ കുറച്ച് ഇളവുകൾ ലഭിക്കുന്ന കേസുകളിൽ അവർക്കൊരു മെനു ഉണ്ടാകണം. അവർക്ക് കർശനമായ നിയന്ത്രണങ്ങളുള്ള ഫുഡ് മാത്രമേ കൊടുക്കാവൂ. എന്ന് വെച്ചാൽ അതിനകത്തിട്ട് കൊല്ലണമെന്നല്ല, പക്ഷെ അവർക്ക് ഫുഡ് കഴിക്കാൻ ക്വാണ്ടിറ്റി ആവശ്യം കൊടുത്തോളൂ, ക്വാളിറ്റി ഉള്ളതും കൊടുത്തോളൂ. പക്ഷേ മെനുവിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ തീർച്ചയായും ചിന്തിക്കണം. സാധാരണ ഒരു ചെറിയ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പങ്ങൾ ചെയ്ത് ജയിലിൽ വരുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണം, നല്ല ഫുഡ് കൊടുത്തോളൂ. പക്ഷേ ഇത്തരം വലിയ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം പോലീസിൻ്റെ ഇടിവണ്ടിയിൽ ഇരുന്നിട്ടുകൊണ്ട് മൂക്കിൽ കൈയിട്ട്, അതായത് ഒരു കൈ ഇല്ല, ഒരു കൈയുടെ പകുതി ഭാഗമുള്ളൂ, ആ പകുതി ഭാഗം മൂക്കിലിട്ട് ആളുകളെ കളിയാക്കി, വിരൽ വാക്യാത്തിട്ട് കളിയാക്കി, എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആ ഗോവിന്ദസ്വാമി ഉണ്ടല്ലോ, ആ ഗോവിന്ദസ്വാമിക്ക് അന്ന് കിട്ടിയത് മട്ടനാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതി. ഞാൻ ജയിലിൽ പോകുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് എതിർപ്പ് വെച്ചല്ല പറയുന്നത്. ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല നമുക്ക്. പക്ഷേ ഇത് കാണുമ്പോൾ, ഈ മെനു കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. നമ്മുടെ സാധാരണ വീടുകളിൽ ഉള്ളതിനേക്കാൾ മനോഹരമായ മെനു. അതിന് അളവ് വരെയുണ്ട്. മീനൊക്കെ മുറിഞ്ഞു പോകരുത്, കറക്റ്റ് ഇത്ര ഗ്രാം മീൻ കൊടുക്കണമെന്നാണ്. അപ്പോൾ പൊരിച്ച മീനാണെങ്കിൽ ഇത്ര ഗ്രാം കൊടുക്കണം, ചിക്കനാണെങ്കിൽ ഇത്ര ഗ്രാം, മട്ടൻ, അങ്ങനെ കണക്ക് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റമുള്ള മനോഹരമായ മെനുവാണ്. അത് കാണുമ്പോൾ തോന്നും ജയിലിലും കൂടി കുറച്ച് ദിവസം പോയി കിടന്നാലെന്ന്, നല്ല ഫുഡ് കഴിക്കാമല്ലോ. പഴയതുപോലെ ഉപ്പില്ലാത്ത ഗോതമ്പുണ്ട കഴിക്കേണ്ട കാലം കഴിഞ്ഞു. കട്ടനും ഗോതമ്പുണ്ടയും കഴിക്കുന്ന കാലം കഴിഞ്ഞു. മനോഹരമായ മെനുവാണ് ജയിലുകളിൽ കൊടുക്കുന്നത്. അത് തിന്ന് കൊഴുത്ത് കിടക്കുമ്പോൾ പിന്നെ ചിലർക്ക് രാഷ്ട്രീയ സ്വാധീനവും വ്യക്തി സ്വാധീനവും പണസ്വാധീനവും ഉണ്ടെങ്കിൽ അവർക്ക് ഗഞ്ചാവ് കിട്ടുന്നു, മദ്യം കിട്ടുന്നു, മൊബൈൽ ഫോൺ കിട്ടുന്നു. പാർട്ടി ഓഫീസുകൾ പലയിടത്തും ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ എത്ര സുഖമാണ് ജയിലിൽ കഴിയുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് കാലം അറിയുമ്പോൾ, ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഗോവിന്ദസ്വാമിയുടെ വിഷയം വന്നപ്പോഴാണല്ലോ ജയിലിൽ ഇത്രയും സൗകര്യമുള്ളതാണ്
ജയിൽ, പിന്നെ CCTV എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സുഖമായി കിടക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവർ പുറത്തിറങ്ങിയാൽ വീണ്ടും തെറ്റ് ചെയ്ത് അകത്ത് പോകും. അതൊരു സുഖവാസ കേന്ദ്രമായി കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മെനു ആണ് ജയിലിലുള്ളത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്.